മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഗിരിപ്രഭാഷണം, കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം നാം പഠിക്കുവാൻ ആവശ്യം. ആ ഭാഗം അത്രേ പറയാൻ നിവൃത്തിയുള്ളൂ. ഞാൻ മുൻപോട്ട് പോവുകയാണ്. ആത്മാവിലെ ദാരിദ്ര്യം ഒന്നാമത് പറയുമ്പോൾ, രണ്ടാമത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുക. അവർക്ക് ആശ്വാസം ലഭിക്കും. ഒരു വിരോധാഭാസം പോലെ നമുക്ക് തോന്നാം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നവർക്ക് എന്ത് ഭാഗ്യമാണുള്ളത്? ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, അയ്യോ അതൊരു ഭാഗ്യമുള്ളൊരു മനുഷ്യനാണ്, കണ്ട കുത്തിയിരുന്ന് കരഞ്ഞ കണ്ടില്ല? പറയുമോ ആരെങ്കിലും? ഇല്ല. അതാണ് ആദ്യം നമ്മൾ ചിന്തിച്ചത്. അവരുടെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടതാണ്. കർത്താവിന്റെ പ്രസംഗത്തിൽ, കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ അവൻ കർത്താവാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുക. അവൻ വെറുതെ എന്തെങ്കിലും പറഞ്ഞല്ല, അവൻ ഉപദേശിച്ചു പറഞ്ഞു എന്നാണ് ആദ്യത്തെ വാക്യാംശത്തിൽ നാം കാണുന്നത്. അവൻ പറയുക, നമ്മുടെ കർത്താവ് പറയുക, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖത്തിനെന്താ ഭാഗ്യമുള്ളത്? ദുഃഖിക്കുന്നവരെ ഭാഗ്യവാന്മാരാണെന്ന് സ്വർഗത്തിലെ ദൈവം തന്നെ ആയിട്ട് പറയുക. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തിലൊന്ന് വരാമോ? ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. മതി. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം കൂടെ നോക്കാമോ? ഇങ്ങനെ സാവകാശം പറഞ്ഞങ്ങ് പോകത്തതേ ഉള്ളൂ. 1 കൊരിന്ത്യർ 2:16, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആര്? കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ഇനി നാം ആദ്യത്തെ വാക്യത്തിലേക്ക് വരിക. 19-ാം അധ്യായം 41-ാമത്തെ വാക്യം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. കർത്താവ് നഗരത്തോടടുത്തപ്പോൾ, കർത്താവിന്റെ ക്രൂശ് മരണത്തിന് മുമ്പ് നടക്കുന്ന ഒരു സംഭവം, യെരൂശലേം നഗരത്തോടടുത്ത് വരുമ്പോൾ ആ നഗരത്തെ നോക്കി കർത്താവ് കരഞ്ഞു, ദുഃഖിച്ചു എന്നാണ് അവിടെ പറയുന്നത്. കർത്താവ് നഗരത്തെ നോക്കി കരഞ്ഞിട്ട് പറയുക, എന്താ പറയുന്നത്? ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനായിട്ടുള്ളത് നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയേ. എന്നിട്ട് പിന്നെ പറയുന്നത്, നിന്റെ കണ്ണിനത് മറവായിരിക്കുന്നു. കർത്താവിന്റെ ദുഃഖത്തിന്റെ കാരണം കർത്താവ് ഒരുക്കുന്ന രക്ഷ മനസ്സിലാക്കുവാനോ അത് അംഗീകരിക്കാനോ ഈ ജനത്തിന് കഴിയുകയില്ലല്ലോ. അതുകൊണ്ടാണ് കർത്താവ് കരയുക. കർത്താവ് കരഞ്ഞ ചുരുക്കം ചില സന്ദർഭങ്ങളേ ഉള്ളൂ, അല്ലേ? ഒന്ന് ഗെത്സമനയുടെ തോട്ടത്തിൽ വെച്ച് താൻ നെടുവീർപ്പിട്ട് കരഞ്ഞു എന്ന് വായിക്കുന്നു, അല്ലെങ്കിൽ താൻ അപേക്ഷ കഴിച്ചു എന്ന് വായിക്കുന്നു. മറ്റൊന്ന് ലാസറിന്റെ കല്ലറയ്ക്കൽ വെച്ചാണ്, അല്ലേ? പിന്നൊന്നും ഉറക്ക നിലവിളിച്ച ഇവിടെ ക്രൂശിൽ അവൻ ഉറക്ക നിലവിളിച്ചു. ഇവിടെയും കർത്താവ് കരഞ്ഞു. ക്രൂശിലെ നിലവിളിയുടെ അതേ വ്യാപ്തിയും അതേ ആഴവും ഈ കരച്ചിലിനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ താൻ ക്രൂശിൽ മരിക്കുന്നത് മാനവരാശിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ്. ഇവിടെ താൻ കരയുന്നത് അതേ കാര്യമാണ്. ഞാൻ ഒരുക്കുന്ന കാൽവരിയിലെ ക്രൂശിൽ ഒരുക്കുന്ന രക്ഷ സാധ്യതപ്രായമാക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഈ നാളുകളിൽ നിങ്ങളുടെ സമാധാനത്തിനായിട്ടുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അത് നിന്റെ കണ്ണിന് മറവായിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ സമാധാനത്തിനുള്ളത് അറിയാത്ത ജനത്തെ കണ്ട് കരളലിഞ്ഞ് തകർന്ന മനസ്സോടെ കരയുന്ന കർത്താവ്. പിന്നെ കൊരിന്ത്യർക്കെഴുതിയ നാം വായിക്കുന്നത്, നാം ക്രിസ്തുവിന്റെ, അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്യണം? നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നാമും കർത്താവ് കരഞ്ഞതുപോലെ കരയണം, അല്ലെ പ്രിയരെ? ഇന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ, പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞപ്പോഴും ഒക്കെ ഈ നെന്മാറ ദേശത്തെ ഓർത്ത് കരയുവാനായിട്ട് ആവശ്യമുണ്ട്. ഈ നെന്മാറ ദേശത്തെ കർത്താവ് ചിലരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആക്കിയിട്ടുണ്ടെങ്കിൽ അവരും ഈ വിഷയങ്ങൾ അറിയുന്നവരും പാലക്കാട് ജില്ലയിലുള്ള എല്ലാവരും, അല്ല കേരളത്തിലുള്ള അറിയാവുന്നവരെല്ലാം ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, ദേശത്തെ ഓർത്ത് കരയണം. ഞാൻ എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം,
ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്നത് കൊണ്ട് എനിക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ദേശത്തുള്ള ആ സഭയിലുള്ള ജനം ഞങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ലയോ? ഇനി നിങ്ങൾ കേട്ടില്ലേ? വ്യക്തമായിട്ടാണ് ഞാൻ കാര്യം പറഞ്ഞത്. അതല്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകും. കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആവശ്യമുണ്ട്. ആ ദേശം ധാർമ്മികമായി അധപ്പതിച്ച ദേശമാണ്. അവിടുന്ന് ചിലരെ കർത്താവ് ഒരുക്കി ഒരു നല്ല ചെറിയ സഭ ഞങ്ങൾക്ക് അവിടെ. എന്നിട്ട് പറയട്ടെ, ഇനിയും അനേകരുണ്ട്. ആ ദേശത്തെ ഓർത്ത് കരയുവാൻ ആവശ്യമുണ്ട്. മറന്നു പോകരുത്. ഓരോരോ ദേശങ്ങളെയും ഓർത്ത് നെന്മാറ ദേശത്തെ ഓർത്ത് ഇവിടെ ഇരിക്കുന്ന ദൈവജനം പ്രാർത്ഥിക്കുന്നത് ഒന്നാമത് കരയണം. എന്നിട്ട് കൂട്ടത്തിലാ പ്രാർത്ഥിക്കും. ഞാൻ പറയട്ടെ, കർത്താവ് യെരൂശലേമിനെ നോക്കി കരയുമ്പോൾ പറഞ്ഞ കാര്യങ്ങളില്ലേ? ഒന്ന് കരഞ്ഞു, ഉടൻ തന്നെ കണ്ണുനീരൊപ്പി. അങ്ങനെയാണോ? അല്ല. കൊച്ചു കുഞ്ഞുങ്ങൾ തേങ്ങി കരയുന്നത് പോലെ പ്രാണപ്രിയൻ കരയുക. എന്താണെന്നറിയാമോ? ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനായിട്ടുള്ളത് നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പദം പറഞ്ഞ് കരയുക. കേട്ടോ? എന്നിട്ട് പറയുക, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാ നമ്മളെന്നല്ലേ? നമുക്കിതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സ് തകർന്ന് കരഞ്ഞ് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേണ്ടുന്ന കൈത്താങ്ങൾ കൊടുക്കുക. നമ്മൾ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അനേകം രക്ഷിക്കപ്പെടുവാനുണ്ട്. അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ആവശ്യമുണ്ട്. നമ്മുടെ ഹൃദയം അതിനുവേണ്ടി വാഞ്ചിക്കണം. കർത്താവിന്റെ മനസ്സുള്ളവരാ നമ്മൾ എന്ന് നാം വാദിക്കുമ്പോൾ കരഞ്ഞ കർത്താവിനെ പോലെ കരയണം. ആ കാര്യത്തിന് വേണ്ടി കരയണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ വിഷയത്തിൽ കരഞ്ഞാൽ ചില ആത്മാക്കളെ നേടുവാനായിട്ട് കഴിയും. അത് കണ്ട് ആശ്വസിപ്പാനായിട്ട് കഴിയും. അത് കിരീടങ്ങളാ. നേടുന്നവർക്ക് അത് കിരീടങ്ങളായിട്ട്, പ്രശംസയുടെ കിരീടങ്ങളായിട്ട് ഇരിക്കുകയാണ്. ആ കാര്യം നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ദുഃഖിച്ച ഒരു പഴയ നിയമ ഭക്തനാണ് ദാവീദ്. നമുക്കറിയാം എല്ലാവർക്കും. 51-ാം സങ്കീർത്തനത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വായിക്കാം. ആ കാര്യം ഒന്ന് വായിക്കണം, ആ ഭാഗം ഒന്ന് വായിക്കണം എന്ന് ഓർപ്പിക്കുന്നു. 51-ാം സങ്കീർത്തനത്തിന്റെ 18-ഉം 17-ഉം വാക്യങ്ങൾ. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യുന്നത് യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. 51-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കാമോ? ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. 1-ാമത്തെ വാക്യം വായിച്ച്. ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം. അത് വ്യക്തിപരമായ ഒരു ദുഃഖമാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് സുവിശേഷ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടൊരു ദുഃഖമുണ്ട്. 126-ാം സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ ആ പാട്ടിൽ 126-ാം സങ്കീർത്തനത്തിന്റെ 5ഉം 6ഉം വാക്യാംശങ്ങളായിരിക്കും. അതൊന്നും നോക്കണം. 126-ാം സങ്കീർത്തനത്തിന്റെ 5, 6 വാക്യം. അതൊന്നുകൂടെ വായിക്കണം. നല്ല സ്ഫുടമായിട്ടൊന്ന് വായിച്ചേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ പോയി. കണ്ട, അപ്പൊ കറ്റ ചുമന്ന് ആർപ്പോടെ കൊയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വിത്ത് 4 കാര്യങ്ങളാണ്. വിത്ത് ചുമന്ന് കരഞ്ഞ് വിതയ്ക്കണം. അത് വിത്ത് ചുമക്കുമ്പോൾ എന്തിനാ കരയുന്നേ? വിത്ത് വചനമാകട്ടോ, വചനം. ഇത് ചുമന്നുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോകണം. ഇത് ചുമക്കുമ്പോൾ, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, ഇത് പറയാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയം തേങ്ങണം. വിത്ത് ചുമന്ന് കരഞ്ഞ് വിതയ്ക്കണം. നമുക്ക് ചുമക്കാൻ മറ്റൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല കേട്ടോ.
നിന്റെ സകല ഭാരവും എൻ്റെ മേൽ ഇട്ടുകൊടുക്കും, ഞാൻ നിന്നെ. അപ്പൊ ഇത് നമ്മൾ ചുമക്കണോ? വേറെ ഉണ്ട് നമ്മൾ എന്തെങ്കിലും ചുമക്കണോ? വേണ്ട. പിന്നെ എന്താ ചുമക്കേണ്ടത്? വിത്താണ് ചുമക്കേണ്ടത്. വചനം ചുമക്കണം. അത് ചുമന്ന് കരഞ്ഞും കൊണ്ട്, അതിങ്ങനെ കരയുന്നത് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ വായിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. ഈ വിത്ത് ചുമക്കുന്നതൊക്കെ ഇങ്ങനെ വന്നു, അത് വചനമാണെന്നും അറിയത്തൊന്നുമില്ല. പിന്നീട് അത് മനസ്സിലായി, എന്തിനാ ഇങ്ങനെ കരയുന്നത്? വിത്ത് ചുമന്നുകൊണ്ട് എന്തിനാ കരയുന്നത്? വിത്ത് ഇങ്ങനെ വിതയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടത്തിൽ. അത് എന്തിനാ ഇങ്ങനെ കരയുന്നത്? വചനത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലായപ്പോഴാണ്. വചനം, ഈ വിത്തെന്ന് പറയുന്നത് വചനമാണ്. ഇത് വിതയ്ക്കണമെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് കരയണമെന്നാണ്. ചുമ്മാതെ വിതച്ചാൽ കൊയ്യത്തില്ല. ഹൃദയം തകർന്ന് കർത്താവ് കരഞ്ഞതുപോലെ കരഞ്ഞു വേണം ഈ വിത്ത് വിതയ്ക്കേണ്ടത്. ഈ വിത്ത് ചുമക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, അല്ല അതിന് മുമ്പ് തന്നെ കണ്ണുനീരോടെ വേണം ഇത് വിതയ്ക്കേണ്ടത്. വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട്. നമുക്ക് ചുമക്കാൻ ഒരുപാട് കാര്യങ്ങളാണ്, ഒത്തിരി കാര്യങ്ങളില്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയെ നോക്കിയാലും വലിയ ചുമടുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് എന്തായി? ഈ ഒരു തലയല്ലേ ഉള്ളൂ. ഇവിടെ കൊണ്ടുവന്ന് ഈ ചുമടുകളെല്ലാം കയറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ വചനത്തിന് വിത്തിലിരിക്കാൻ സ്ഥലമില്ല. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് വേണ്ടേ ഈ കാര്യമൊക്കെ ചെയ്യേണ്ടത്. വിത്ത് ചുമക്കാനും കരയാനും വിതയ്ക്കാനും ഒന്നും സമയവും കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ ചുമക്കാൻ അനേക കാര്യങ്ങൾ. എൻ്റെ പ്രിയ, ഞാനിങ്ങനെ പറയട്ടെ, കാലം കഴിയും, ദൈവസന്നിധിയിലേക്ക് നാം ചേരും. ദേശങ്ങളോടുള്ള കണക്ക് നമ്മളോട് കർത്താവ് ചോദിക്കും. എന്താ ഇങ്ങനെ പറയാനുള്ള കാര്യം? അയ്യോ, അങ്ങനെയാണ് കാലം കഴിയാൻ പോകുക, കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങാൻ പോകുക. ഇല്ല, കർത്താവ് വരാൻ പോകുക. ഇനി അതുമല്ല, താമസമുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഇനിയും 100 വർഷം കൂടെ ജീവിച്ചിരിക്കത്തില്ലല്ലോ. 67 വയസ്സായി എനിക്ക്. എത്ര വർഷം കൂടെ ജീവിക്കും? എത്ര വർഷം കൂടെ, എത്ര നാൾ ഇനിയും ചുമക്കുവാൻ കഴിയും ഈ വിത്ത്? എത്ര നാൾ കരയുവാൻ കഴിയും? കർത്താവ് പറയുന്നത്, മതി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞത് മതി, ഭാര്യയ്ക്ക് വേണ്ടി കരഞ്ഞത് മതി, ധനം സമ്പാദിക്കാനായിട്ട് ഓടി നടന്ന് കരഞ്ഞത്, കഷ്ടമനുഭവിച്ചത്, ചുമന്നത് മതി. ഇനി എന്റെ വചനം നിങ്ങൾ വിതയ്ക്കുവാൻ അത് ചുമക്കണം, വിത്ത് ചുമക്കണം. ഇന്ന് രാത്രി നമ്മളോടുള്ള ദൈവത്തിന്റെ സന്ദേശം ഇതിലധികം എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. കാര്യം അത്രയും യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ടിരിക്കുന്നു. ചില സമയത്ത് രാത്രിയുടെ ആമങ്ങളിൽ എഴുന്നേറ്റ് 3 മണി 3:30 എഴുന്നേറ്റാൽ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പം, എന്ത് ചെയ്യണം കർത്താവ്? എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് അറിയത്തില്ല. അറിയാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിന്നെ കുറിച്ച് പറയുന്നവരെ, അത് കേൾക്കുന്നവരെ വിശ്വസിച്ച് നിന്നിലേക്ക് ആദായപ്പെടുവാൻ കർത്താവെ കൃപ ചെയ്യണം. വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട്. ഈ ദാവീദിന് ദുഃഖം വ്യക്തിപരമായ ഒരു ദുഃഖമായിരുന്നു. ദാവീദ് പറയുന്നത്, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്നോട് കൃപയുണ്ടാകും. അത് പാപം ചെയ്തില്ല. പാപം ചെയ്തതിന്റെ പരിണിത ഫലമാണ്. 51 സങ്കീർത്തനത്തിൽ എഴുതി, നമുക്കറിയാമല്ലോ, നമ്മളെല്ലാം വചനം വായിക്കുന്നവരും പഠിക്കുന്നവരുമാണല്ലോ. 51 സങ്കീർത്തനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം, കണ്ടോ, ആ ദുഃഖം കണ്ടോ, നിന്റെ കരുണ എന്തുമാത്രം വലുതാണ്, എത്ര ബഹുത്വമുള്ളതാണ്, അത്രയും ആ ബഹുത്വത്തിനനുസരിച്ച് എന്നോട് കൃപ തോന്നേണം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ആട്ടിടയനായ, ഒന്നുമില്ലാത്തവനായ, ഞാൻ മരുഭൂമിയിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടന്നു. അവിടുന്നാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഗോലിയാത്തിനെ കൊല്ലാനും ശൗല് എന്നെ ഓടിക്കാനും ഇത്രയും കാലമായിട്ട് ഞാനിങ്ങനെ ഓടി നടക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിൽ എന്നെ അവിടെ നിർത്തിയിരിക്കുക, എന്നെ ഏറ്റവും ഉയർത്തിയിരിക്കുക. ഞാൻ വന്ന സ്ഥലം, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം, എന്നെ കർത്താവെ എന്തുമാത്രം നീ ഉയർത്തി. അത് നിന്റെ കൃപയുടെ ബഹുത്വമാണ്. നിന്റെ കൃപയുടെ ബഹുത്വപ്രകാരം എന്നോട് കരുണ കാണിക്കണം, കൃപ തോന്നണം എന്നാ പറയുന്നത്. എന്തുമാത്രം എന്നെ ഉയർത്തിയോ അത്രയും എന്നോട് ഇനിയും കരുണ കാണിക്കണം. എന്താണെന്നറിയാമോ? തെറ്റ് ചെയ്തു, ഞാൻ പാപം ചെയ്തു. അതിൽ 51 സങ്കീർത്തനത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാവുന്നതായതുകൊണ്ട് വിവരിക്കുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തു. ആ പാപം എന്നോട് ക്ഷമിച്ചിട്ട് എന്നെ നിന്നോട് ചേർത്ത് നിർത്താം. ഭക്തനായ ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു, നിന്റെ
കരുണയുടെ കൃപയുടെ ആ ബഹുത്വം എനിക്കറിയാം. അത് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പറയുക. എത്ര വ്യക്തമായ ഒരു ഏറ്റുപറച്ചിലാണ് നോക്കി. ഇതാണ് ദുഃഖം. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുമെന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തില് കാര്യം ഇത്. ആശ്വാസം ലഭിക്കും. ആശ്വാസം അദ്ദേഹത്തിന് ലഭിക്കുവാനായിട്ട് സംഗതിയായി. ഒരുപാട് പ്രയാസത്തിൽ കൂടെ കടന്നുപോയി, ദുഃഖത്തിൽ കൂടെ കടന്നുപോയി. അത് 51 അദ്ദേഹത്തിന്റെ 8ാമത്തെ വാക്യം തോന്നുന്നു. ഒന്ന് വായിക്കാമോ? 51:8. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെന്ന്. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ടെന്ന്. നീ ഒടിച്ച അസ്ഥികൾ, ഈ അസ്ഥികൾ ഉല്ലസിക്കണം. പക്ഷേ ഇതിന്റെ കണ്ടീഷൻ ഇപ്പൊ എന്താ? ഇതിന്റെ സ്ഥിതി എന്താ? ഒടിച്ചാൽ എന്ത് ചെയ്യണം? ഒടിച്ചെന്നുള്ള ബോധ്യം വേണം. കർത്താവ് ഒടിച്ചാൽ ഒടിച്ചു എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടണം. അത് നാം അംഗീകരിക്കണം. അതിൻ്റെ ഒരു വ്യവസ്ഥയാണ്. കണ്ടോ? നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കണം. അതെനിക്ക് ആഗ്രഹമുണ്ട്, ആവശ്യമാണ്. ഞാൻ നിന്നോട് അതിന് പ്രാർത്ഥിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നീ എന്നെ ഒടിച്ചു എന്ന് ഞാൻ അറിയണം. എൻ്റെ പിള്ളേരെ, വളരെ ചിന്തനീയമായ ഒരു കാര്യം അതിലുണ്ട്. പലപ്പോഴും പലരെയും നമ്മയൊക്കെ കർത്താവ് ഇടയ്ക്ക് ഒടിക്കാറുണ്ടല്ലേ? ഓടിക്കാറുണ്ട്. ഓടിച്ചു കഴിഞ്ഞിട്ട് ആ ഒടിവ് നോക്കിയിട്ട് പറയുന്നത് എന്താണെന്നറിയാം? ഒടിഞ്ഞെന്ന് പറയാനില്ല, ഒന്ന് വളച്ചു, അത്രേ ഉള്ളൂ. സാരമില്ലെന്നേ, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ ഇതൊക്കെ. അങ്ങനല്ലേ? ആദ്യം അങ്ങനെയല്ല പറഞ്ഞു. ആണോ? നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. തന്റെ ദുഃഖം കണ്ടോ? ഒടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഒടിഞ്ഞതിന്റെ വേദന ഹൃദയത്തിൽ പേറിക്കൊണ്ട് ആ ഭക്തൻ പാടുകയാ. നീ ഒടിച്ചു, ഞാനത് സമ്മതിക്കുന്നു. എന്റെ പ്രിയരെ, ദുഃഖിക്കണമെങ്കിൽ ദുഃഖിക്കുന്നത് ഇങ്ങനെ ദുഃഖിക്കേണ്ട ഏതെങ്കിലും ആവശ്യം കാര്യങ്ങൾ വന്ന്. ദാവീദിന്റെ പാപത്തെക്കുറിച്ചല്ല, നമ്മൾ ആ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഒരുപാട് തെറ്റുകളും കുറവുകളും ബലഹീനതകളും ഉള്ളവരാണ്. അപ്പൊ ചിലപ്പോൾ കർത്താവ് ഒന്ന് ഒടിക്കും. ഒടിച്ചു കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയണ്ട, ആരോടും പരാതിയൊന്നും പറയണ്ട. ഇന്ന സഹോദരൻ ഇന്നത് ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു എന്നോട് കുറച്ചുകൂടെ എന്നെ ഒന്ന് സംരക്ഷിച്ചിരുന്നെങ്കിൽ, എന്നോട് സ്നേഹമായിട്ടൊന്ന് ഇടപെട്ടിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു, ഇങ്ങനെ സംഭവിക്കത്തില്ല. അല്ലല്ല, ഇത് ഒടിച്ചത് കർത്താവാണെന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാകണം. അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും പറയാനായിട്ട് നിൽക്കരുത്. അപ്പോഴാ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കണം എന്ന് ധൈര്യത്തോടെ, മനസാക്ഷിക്ക് കുത്തില്ലാതെ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട്, പാടുവാനായിട്ട് കഴിയും. ആ ഭക്തന്റെ അനുഗ്രഹിക്കപ്പെട്ട ചിന്താമണ്ഡലം, നീ എന്നെ ഒടിച്ചു കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പരാജയമുണ്ടായാലും, എന്ത് പ്രശ്നമുണ്ടായാലും, കർത്താവ് അതിൻ്റെ മേൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞതായിട്ട് തന്നെ ഇരിക്കാം. ഈ എഫേസ്യ ലേഖനം ഇടയ്ക്കൊന്ന് പറഞ്ഞു പോവാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ യഥാസ്ഥാനത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മൂപ്പന്മാര്, സുവിശേഷന്മാര്, ഉപദേഷ്ടകന്മാർ ചെയ്യേണ്ടുന്ന ശുശ്രൂഷയാണ്. അങ്ങനെയൊന്നല്ലോ അല്ലേ? അത് നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് എത്തുവാനായിട്ടും, കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ന് തലയോളം വളരുവാനായിട്ടും, സഭയുടെ ആത്മീക വർധനവിനായിട്ടും, അങ്ങനെ വിശ്വാസികളുടെ യഥാസ്ഥാപനത്തിനായിട്ടുള്ള ശുശ്രൂഷയ്ക്കായിട്ടും, അങ്ങനല്ലേ? മൂപ്പന്മാരെ, ഇടയന്മാരൊക്കെ യഥാസ്ഥാപനത്തിനുള്ള ശുശ്രൂഷ. അതേ വാക്കാണ് അസ്ഥി ഒടിയുക എന്ന വാക്ക്. ഒരു ഓർത്തോപീഡിക് വാക്കാണ്. യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞ അസ്ഥി. ആ ഒടിഞ്ഞ അസ്ഥി വളരെ സൂക്ഷിച്ച്, ഭദ്രമായി സംരക്ഷിച്ച്, അനങ്ങാതെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നന്നായിട്ട് പ്ലാസ്റ്ററിട്ട് വിശ്രമിക്കാൻ അനുവദിച്ചാൽ അത് നേരെയാവും. ഇത് ഇടേന്റെ ശുശ്രൂഷയാണ്. കർത്താവിനോട്, ദൈവത്തോട് പറയുക, ദാവീദ്, നീ ഓടിച്ച അസ്ഥി ഉല്ലസിക്കണം, അത് സന്തോഷിക്കണം, അത് നേരെയാകണം. എനിക്കിനിയും ആ ഒടിഞ്ഞ അസ്ഥി കൊണ്ട് പോകാൻ എനിക്ക് സന്തോഷമല്ല, എനിക്ക് ആ അസ്ഥി ഉല്ലസിക്കുന്നതായിട്ട് കാണണം. എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിക്കണം. ഈ ശുശ്രൂഷയാണ് ഇടയന്മാർ ചെയ്യുന്നത്.
മൂപ്പന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടകന്മാർ, സുവിശേഷകന്മാർ ചെയ്യുന്ന ശുശ്രൂഷയാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. യഥാസ്ഥാനപ്പെടുത്തുക. ഓർത്തോപീഡിക് വാക്കാത്. ശ്രദ്ധിക്കണം. ഒടിഞ്ഞ എല്ല്, അസ്ഥി വെച്ച് കെട്ടി ഭേദപ്പെടുത്തുന്നത് പോലെ ഒരു ശുശ്രൂഷയാണ് ഇടയന്റെ ശുശ്രൂഷ. ഒടിഞ്ഞ അസ്ഥികൾ വെച്ച് കെട്ടുമ്പോൾ വളരെ ശ്രദ്ധിക്കാൻ ആവശ്യമുണ്ട്. വളരെ സ്നേഹത്തോടെ, കരുതലോടെ ഇവൻ നിലനിൽക്കണം, ഈ അസ്ഥി ഉല്ലസിക്കണം എന്ന ഉത്തമ ബോധ്യത്തോടെ, ത്യാഗ മനോഭാവത്തോടെ അതിനെ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ ആ അസ്ഥി ഉല്ലസിക്കും. അത് സന്ദർഭവശാൽ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളത്. ആ അസ്ഥി ഉല്ലസിക്കും. ദാവീദിന്റെ ഒടിഞ്ഞ അസ്ഥി ഉല്ലസിക്കും. തന്റെ ദുഃഖം ദൈവസന്നിധിയിൽ താൻ പറയുക. നീ എന്നെ ഒടിച്ചു, എനിക്ക് ദുഃഖമുണ്ട്, ഞാനത് മനസ്സിലാക്കുന്നു. എന്നാൽ ആ അസ്ഥി ഉല്ലസിക്കുവാൻ ആവശ്യമില്ല. എൻ്റെ പ്രിയരെ, ഇന്ന് രാത്രി നാം കേൾക്കുന്ന വചനം കേവലം കേട്ട് പോകാനായിട്ടല്ല. ഈ വചനം നമ്മുടെ വചനമാണ്. കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും ഒടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുകയും അതിനെ ഉല്ലസിപ്പിക്കുമാറാക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിനയത്തോടെ വിധേയപ്പെടുത്തുകയും ചെയ്യണം. അതാണ് ആ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന ആലോചന എന്ന് പറയുന്നത്. ഇനി അതിനെക്കുറിച്ച് ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോകുന്നതായിരിക്കും. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്ത 29-ാമത്തെ അധ്യായം 22-ാമത്തെ അധ്യായം ഒന്ന് എടുക്കണം. വേഗം ഓരോ വാക്യം അതിൽ നിന്ന് വായിച്ച് നമുക്ക്. ദിനവൃത്താന്ത പുസ്തകം 29-ാമത്തെ അധ്യായം 1 ദിനവൃത്താന്തം അതിന്റെ 3-ാമത്തെ വാക്യം. എന്റെ ദൈവത്തിന്റെ ആലയത്തോട് എനിക്കുള്ള പ്രിയം നിമിത്തം വിശുദ്ധ മന്ദിരത്തിനു വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എന്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു. 4-ാമത്തെ വാക്യത്തിന്റെ അവസാനം കൂടെ ഒന്ന് വായിക്കാമോ? കൗശലപ്പണിക്കാരുടെ എല്ലാ പണിക്കായിട്ടും കൗശലപ്പണിക്കാരുടെ എല്ലാ പണിക്കായിട്ടും ഓഫീർ പൊന്നായി 3000 താലന്ത് പൊന്നും മതി. 3000 താലന്ത് പൊന്ന് ദാവീദിന്റെ ഭണ്ഡാരത്തിലുള്ളത്, സ്വന്തം ഭണ്ഡാരത്തിലുള്ളത് 3000 താലന്ത് പൊന്ന. അത് യെരൂശലേം ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കാര്യമാണ് പറയുന്നത്. അവിടെ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അവിടുന്ന് പോകുന്നതായിരിക്കും. അപ്പം 3000 താലന്ത് പൊന്നാണ് സ്വന്തമായിട്ട് ആർക്കുള്ളത്? ദാവീദ് 51-ാം സങ്കീർത്തനമൊക്കെ എഴുതുന്ന പശ്ചാത്തലം ഉണ്ടായതിനു ശേഷം ഉള്ള കാര്യമാണല്ലോ ഇത്. തന്റെ ആകെ തനിക്കുള്ളത് തന്റെ സ്വന്തം ഭണ്ഡാരത്തിൽ തന്റെ ചെലവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന 3000 താലന്ത് പൊന്ന്. അത് മുഴുവൻ എന്ത് ചെയ്തു? അത് മുഴുവൻ അങ്ങ് കൊടുത്തു. ഇനി 22-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കാമോ? ഞാൻ എന്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി 1,00,000 താലന്ത് പൊന്നും 10,00,000 താലന്ത് വെള്ളിയും പെരുപ്പ നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട്. മതി. 22-ന്റെ 14-ൽ വായിക്കുന്നത് എന്താ? ഇതാ ഞാൻ എന്റെ കഷ്ടത്തിൽ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. 22-ന്റെ 14 എന്താ പറഞ്ഞത്? എങ്ങനെയാ 1,00,000 താലന്ത് സമ്പാദിച്ചത്? എന്റെ കഷ്ടത്തിൽ. എന്റെ പ്രിയരെ, ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആകെ സ്വന്തം ഭണ്ഡാരത്തിലുള്ളത് എത്രയായിരുന്നു? 3000 താലന്ത്. അതും കൊടുത്തു. അതിനുശേഷം അതാ ലാസ്റ്റിലാണ് കൊടുക്കുന്നത്. ആദ്യമേ എന്ത് ചെയ്തു? തന്റെ കഷ്ടത്തിൽ സമ്പാദിച്ച 1,00,000 താലന്ത് പൊന്ന് യെരൂശലേം ദേവാലയത്തിലെ പണിക്ക് വേണ്ടി കൊടുക്കുക. എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയാം? ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കുമ്പോഴുണ്ട്. ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കുമ്പോൾ ഇത് ആരുടെ പേരിലായിരിക്കും ഈ ദേവാലയം പണിയുന്നത്? ദാവീദിന്റെ ദേവാലയം എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരുടെ പേരിലാണ് ഇത് അറിയുന്നത്? ശലോമോന്റെ പേരില്ല. ഇത് ശലോമോന്റെ ദേവാലയം അല്ലേ? ഞാനിങ്ങനെ പറയട്ടെ, നിങ്ങൾ കണക്ക് കൂട്ടി നോക്കൂ. ദിനവൃത്താന്ത പുസ്തകം 1-2 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ശലോമോനെക്കാട്ടിലും കൂടുതൽ പണം കൊടുത്തത് ദാവീദാണ്. ശലോമോൻ കൊടുത്തതിലും അവിടുന്ന് കഷ്ടപ്പെട്ടതിലും കൂടുതൽ കഷ്ടപ്പെട്ടതും കൊടുത്തതും ദാവീദാ.
ദാവീദിന് ഇങ്ങനെ വിചാരിക്കാമായിരുന്നു. എങ്ങനെ വിചാരിക്കാം? ഏതായാലും എൻ്റെ പേരിൽ ഈ ദേവാലയം വരത്തില്ല, ഒരു മനുഷ്യരും പറയത്തില്ല, പുസ്തകത്തിലൊന്നും രേഖപ്പെടുത്തത്തില്ല, ഒരു തലമുറയും പറയത്തില്ല, ദാവീദിന്റെ ദേവാലയം എന്ന് പറയത്തില്ല. അതുകൊണ്ട് എന്തിനാ ഞാൻ എനിക്കുള്ളതും കൊടുത്തു, 3000 കൊടുത്തു. എൻ്റെ കഷ്ടത്തിൽ ഞാൻ സമ്പാദിച്ച 1,00,000 താലന്ത് പൊന്നും കൂടെ കൊടുത്തു. പിന്നെ പെരുപ്പം നിമിത്തം എണ്ണാൻ പറ്റാത്തതുപോലെ വെള്ളിയും കൊടുത്തു. എൻ്റെ പ്രിയരെ, ഇങ്ങനെ പറയട്ടെ, ഏതായാലും ഒടിഞ്ഞതാ, അവൻ എന്നെ ഒടിച്ചു ഇല്ലേ, ഇനി അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് എൻ്റെ ഉള്ളതെല്ലാം കൂടെ കൊടുത്തിട്ട് വല്ലവന്റെയും പേരിൽ എൻ്റെ മോനാ, കാര്യമൊക്കെ ശരിയാണ്. അതല്ലായിരുന്നു. ആ ഒടിച്ച അവസ്ഥകൾ ഉല്ലസിക്കുന്നതിന്റെ ഒരു മാതൃകയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പറഞ്ഞത്. ഇങ്ങനെയായിരിക്കണം ഉല്ലസിക്കേണ്ടത്. അവൻ എന്നെ ഒടിച്ചു, തകർത്തു. എന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ എത്ര പ്രയാസമോ, ഞാൻ ചെയ്ത പാപത്തിന് എന്നോട് പകരം ശരിയായിട്ട് ചെയ്ത് ഞാൻ അനുഭവിച്ച് തീർത്തു. എന്നെ പ്രിയരെ, ഇങ്ങനെ പറയുവാൻ ഞാൻ കർത്താവിന് ശരണപ്പെടുക. കേവലം 3000 പൊന്ന് മാത്രമേ തന്റെ ഭണ്ഡാരത്തിലുണ്ടായിരുന്നു, അത് മുഴുവൻ കൊടുത്തു. തന്നെയല്ല, 1,00,000 താലന്ത് താൻ തന്റെ കഷ്ടത്തിൽ സമ്പാദിച്ചത്. അതെന്താ, എന്നാ ഈ കഷ്ടമുണ്ടായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് വായിച്ചു നോക്കിയിട്ട് തനിക്ക് കഷ്ടമുണ്ടായത്, പണത്തിന് കഷ്ടമുണ്ടായ ഒരുപാട് സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. എത്ര വർഷമാ ശൗല് ഒരു കാട്ടുകോഴിയെ പോലെ കാട്ടിക്കൂടെ ഈ മനുഷ്യനെ ഓടിച്ചത്. അപ്പോഴൊക്കെ തനിക്ക് പണത്തിന് ഇല്ലേ, നാബാലിനോട് കുറച്ച് പണമോ അല്ലെങ്കിൽ കുറച്ച് അപ്പമോ എനിക്ക് എൻ്റെ യോദ്ധാക്കൾക്കും തരണമെന്ന് പറഞ്ഞ് അവിടെ പോയി ചോദിക്കുന്ന ചോദ്യമൊക്കെ കേട്ടോ. അതാണ് എൻ്റെ കഷ്ടം. ആ കഷ്ടത്തിലും താൻ സമ്പാദിച്ച പണം 1,00,000 താലന്ത് ദേവാലയത്തിന് പണിക്ക് വേണ്ടി കൊടുക്കുക. തൻ്റെ പേര് വേണ്ട, ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായി. എൻ്റെ പ്രിയരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുക. ശലോമോൻ നിൽക്കട്ടെ, തിരുനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞാൻ പാപം ചെയ്തവന്, ഞാൻ തെറ്റ് ചെയ്തവന്, എന്നെ അവൻ ഓടിച്ചതാ, എന്നാൽ എൻ്റെ അസ്ഥികൾ ഉല്ലസിക്കും. ഞാൻ മുന്നിൽ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് സാക്ഷ്യക്കാരുണ്ടാക്കാൻ, ശേഷം സഹോദരങ്ങൾ കൂടെ സാക്ഷ്യക്കാരുണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. താൻ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുക. ഇതാണ് ഒടിച്ചു എന്ന് ബോധ്യം വന്നിട്ട് ഇത് ഉല്ലസിക്കണമെന്ന് നിർബന്ധമാണ്. അവൻ ഉല്ലസിക്കുക പുറകിൽ നിന്ന്. ഇന്ന് ഇവിടെ ഇത് പ്രസംഗിക്കുക. എന്ത് 1,00,000 താലന്ത് കൊടുത്തെന്ന്. എന്റെ പ്രിയരെ, ഇതാണ് ശരിയായ ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന ആശ്വാസം. ദാവീദ് തന്റെ ജീവിതകാലത്ത് ചെയ്ത തെറ്റുകൾക്ക് ദൈവം നല്ല ഭംഗിയായിട്ട് ശിക്ഷ കൊടുത്തെങ്കിലും തന്റെ ജീവിതത്തിൽ തന്നെ താൻ ചെയ്യേണ്ടത് പിന്നിൽ നിന്ന് ചെയ്ത് തീർത്തു. നാം ഒരിക്കലും അത് മറക്കരുത്. നമ്മെ ഒടിക്കും കർത്താവ് ചിലപ്പോൾ. ദുഃഖത്തിലും കഷ്ടത്തിലും കണ്ണുനീരും കൂടെ കടത്തിവിടും. അത് നമ്മുടെ ഭാഗത്തുള്ള കുറവ് കൊണ്ടായിരിക്കാം, നമ്മുടെ തീരുമാനത്തിൽ വന്ന അപാകത കൊണ്ടായിരിക്കാം ആ കഷ്ടതകളൊക്കെ നാം അനുഭവിക്കുന്നത്. അത് മറ്റാരിലും പഴിചാരാതെ യഥാർത്ഥ ദുഃഖത്തിന്റെ കാര്യമായി പറയുന്നു. ഇത് നീ ഓടിച്ചതാ കർത്താവ്. ഇത് ഉല്ലസിക്കണമെങ്കിൽ നീ വിചാരിക്കണം. അങ്ങനെ ഉല്ലസിച്ചു കഴിയുമ്പോൾ പഴയതിലും പ്രതാപത്തോടെ അവർ ശുശ്രൂഷകൾ ചെയ്യുക. പഴയതിലും പ്രതാപത്തോടെ അത് ചെയ്യാൻ കഴിയും. അത് പിന്നാമ്പുറത്ത് നിൽക്കണം, പിന്നിൽ നിൽക്കണം. മുന്നിൽ നിന്ന് പിന്നെ നമ്മൾ ചെയ്യുന്നത് സാധാരണ ഓടിയോ തടവോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതിങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അറിയാനായിട്ട് ഏറ്റവും മുന്നിലാകുന്ന കാര്യങ്ങൾ, മുന്നിലങ്ങ് നിന്നങ്ങ് ചെയ്യുക. കാര്യങ്ങൾ ഭയങ്കര ധൃതിയാണ്. അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ആ പ്രവർത്തനം, ഈ പ്രവർത്തനം, എല്ലാ കാര്യങ്ങളും. പിന്നെ അങ്ങ് മയക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം. ഒടിച്ച കാര്യം മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉല്ലസിക്കാൻ പറ്റത്തില്ല. കേട്ടോ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇന്ന് രാത്രി ഒന്ന് പുനർവിചിന്തനം ചെയ്ത്, കർത്താവേ എന്നോട് കരുണ കാണിക്കണം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്നുള്ള കർത്താവിന്റെ വചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. റോമലേഖനം 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അതും വ്യക്തിപരമായ ഒരു ദുഃഖമാണ്.
7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നോക്കണേ, അപ്പോസ്തലൻ പൗലോസിന്റെ വ്യക്തിപരമായ ഒരു ദുഃഖമാണ്. ദാവീദിന്റെ വ്യക്തിപരമായ ദുഃഖം നാം കാണും. പൗലോസ് അപ്പോസ്തലന്റെ വ്യക്തിപരമായ ദുഃഖം അത് നമുക്കറിയാം. അതേക്കുറിച്ച് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. താൻ നന്മ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക, നടക്കുന്നില്ല, തിന്മ മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് താൻ നിലവിളിച്ച ഒരു വിളിയാണ്, ഞാൻ എത്രയോ അരിഷ്ട മനുഷ്യനാണ്, എത്രയോ അരിഷ്ടനാണ് ഞാൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല. എന്നാൽ ഞാൻ തന്നെ അതിന് മറുപടി കണ്ടെത്തി. എന്തായിരുന്നു? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ അരിഷ്ടതയ്ക്ക് പരിഹാരമുണ്ടാകും. അവനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഇതിന് പരിഹാരമുണ്ടാകുകയില്ല. അത് പൗലോസ് അപ്പോസ്തലന് ബോധ്യമായി. അതുകൊണ്ടാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കാം. ഒരു ചരിത്ര പശ്ചാത്തലം ഇതുണ്ടെന്നാണ് കേൾക്കുന്നത്. പൗലോസ് അങ്ങനെ എഴുതാൻ കാരണം ഞാൻ എത്രയോ അരിഷ്ട മനുഷ്യനാണ്, റോമിൽ ഒരു ശിക്ഷാക്രമം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കാം. ഒരാൾ ഒരു നിരപരാധിയെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്നവൻ മരിച്ചവന്റെ ശവശരീരം രണ്ടും കൂടെ ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം ചേർത്ത് വെച്ച് കെട്ടി വെയിലത്തിടുക ദിവസങ്ങളോട്. മരിച്ചവന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പുഴുക്കൾ, ഉണ്ടാകുന്ന പുഴുക്കൾ ജീവനുള്ളവനെ തിന്ന് അവനെ ജീവനില്ലാത്തവനാക്കി തീർക്കുന്ന ഒരു ശിക്ഷാക്രമം റോമിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ചരിത്ര പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലൻ പൗലോസ് അത് എഴുതിയത് എന്ന് പറയുക. എന്റെ പറയുന്നത് ഇങ്ങനെ പറയാൻ സത്യമല്ലേ അത്? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും. ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുക, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ എത്രയോ ചെയ്തത്. നമ്മളും അങ്ങനെയാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ പോലെ നമ്മളും തരാം. നന്മ ചെയ്യണം വിചാരിക്കാം. നന്മ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവിടുന്ന് തിന്മയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളും തിന്മ ചെയ്യും, അറിയാതെ ചെയ്യും, അറിയാതെയൊക്കെ ചെയ്യുക. നമ്മുടെ ജീവിതം അങ്ങനെ കേട്ടോ. അവിടെ നിന്ന് വിശദീകരിക്കാനിരിക്കെ കഴിയാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക. ഉറക്ക നിലവിളിക്കണം ദൈവമക്കൾ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നന്മ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എന്താ തിന്മയുടെ ഒരു പ്രമാണം എന്നിനുണ്ട്, അതങ്ങോട്ട് പുറത്തോട്ട് വരിക. ഞാൻ എത്ര നന്നായി ജീവിക്കാമെന്ന് വിചാരിച്ചാലും എന്നെ കൊണ്ട് കഴിയത്തില്ല കർത്താവേ, അത് നിന്നെ കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതെന്നെ കൊണ്ട് കഴിയത്തില്ല. എൻ്റെ കർത്താവേ, മഹത്വത്തിന്റെ പ്രത്യാശയായി നീ എൻ്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ നിന്നെ കൊണ്ടത് കഴിയും. നിന്റെ കർത്തൃത്വത്തിന് ഞാൻ കീഴ്പ്പെടുന്നു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണെന്ന് ഉറക്ക നിലവിളിക്കാത്തിടത്തോളം കാലം ഈ ഒരു വിഷയത്തിന് ആശ്വാസം ഉണ്ടാകത്തില്ല എന്ന് ഇന്ന് രാത്രി ആണയിട്ട് പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുക. ഞാൻ അരിഷ്ട മനുഷ്യനാണ്. എന്തെല്ലാം ചെയ്താലും അതിനൊരു പരിഹാരം ഉണ്ടാകുകയില്ല. വ്യക്തിപരമായ രണ്ടാമത്തെ ആളിന്റെ ദുഃഖം. ഒന്ന് ദാവീദിന്റെ ദുഃഖം, രണ്ട് അപ്പോസ്തലൻ പൗലോസിന്റെ ദുഃഖം. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിക്കാൻ മതി. മറ്റുള്ളവരെ കുറിച്ചുള്ള ദുഃഖം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുന്നുള്ള കർത്താവിന്റെ വചനത്തിന്റെ നിവൃത്തി ഈ കാര്യത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പൗലോസ് കരയുക. അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു. വിശ്വാസികളുടെ കാര്യം അല്ലേ? വിശ്വാസികളുടെ കാര്യം അല്ലേ? സത്യപ്പെടുന്നത് അല്ലയോ? സംശയമുണ്ടോ? ക്രൂശിന്റെ ശത്രുക്കളാണ്. ചിലരെ കൊണ്ട് സഭയിലെന്ന ഒരു സമാധാനമില്ല. എങ്ങനെങ്കിലും അസമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കാനായിട്ട് അങ്ങ്
അങ്ങ് കിണഞ്ഞു പരിശ്രമിക്കുക. വീട്ടിലാണെങ്കിൽ ഒരു സമാധാനമില്ല. ചിലരൊക്കെ ശത്രുക്കളാണ്, ക്രൂശിന്റെ ശത്രുക്കളാണ്. സഭയിൽ സമാധാനമില്ല, വീട്ടിൽ സമാധാനമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഒരു കാരണവശാലും ആവശ്യമുള്ള ഉദവി ചെയ്യാതെ വെറും വിമർശനവുമായിട്ട് നടക്കുക. ഏതെങ്കിലും ദേശത്ത് ആരെങ്കിലും പോയി പ്രവർത്തിച്ചാൽ, അവിടെ ഒരു സഭയുണ്ടായാൽ, ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നാൽ പിന്നെ ചോദ്യം ചെയ്യലായി, ഒന്ന് സഹായിക്കാൻ കഴിയാത്ത നിലയിൽ. എന്റെ പ്രിയരെ, ക്രൂശിന്റെ ശത്രുക്കളാവർ. അടുത്ത വാക്യം, അവരുടെ ദൈവം ആരാന്നാണ്? അവരുടെ ദൈവം വയറ്. ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഇത്ര ഏറ്റവും കൂടുതൽ വയറുള്ളത് എനിക്കാണ്. എന്റെ ദൈവം വയറല്ല കിട്ടും എന്ന് പറയാൻ അർത്ഥം എന്താ? കാപ്പാടടിക്കണം, ഉപജീവന മാർഗം നന്നായിട്ട് നടക്കണം. അവിടെ ദൈവം വയറാണ്. അങ്ങനെയുള്ളവരാ ക്രൂശിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത്. ഇതാരാ? ആർക്കായി പ്രയാസം? പൗലോസിനാ. മറ്റുള്ളവരെ കുറിച്ചുള്ള ദാവീദിന്റെ സ്വന്തം ദുഃഖം, പൗലോസിന്റെ സ്വന്തം ദുഃഖം, വ്യക്തിപരമായ ദുഃഖം, പൗലോസിന്റെ മറ്റുള്ളവരെ കുറിച്ചുള്ള ദുഃഖം. എന്റെ പ്രിയരെ, മറ്റുള്ളവരെ ഓർത്ത് ദുഃഖിക്കുവാനായിട്ട് കഴിയണം. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ആ സ്ഥാനം എപ്പോഴും നാം കൊടുക്കും. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാമത്തെ അധ്യായം, ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാമത്തെ അധ്യായം 2-4 രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കാം. ഹബക്കൂക്ക് 1:2-4. എത്രത്തോളം ഞാൻ അയ്യം വരികയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നത് പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എന്റെ മുൻപിലുണ്ട്. കലഹം നടക്കുന്നു, ചണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ന്യായം ഒരു നാളും വെളിപ്പെടും. ഹബക്കൂക്കിന്റെ കരച്ചിന്റെ കാര്യം അതാ. ഹബക്കൂക്ക് നോക്കുമ്പോൾ ഇസ്രായേലിന്റെ മധ്യത്തിൽ വലിയ അനീതി നടക്കുക, മ്ലേച്ഛത നടക്കുക. അവിടെ പറയുന്നത് ന്യായം ഒരിക്കലും വെളിപ്പെട്ട് വരുന്നില്ല, നീതി നടക്കുന്നില്ല. എന്റെ പ്രിയരെ, ഇന്ന് ദൈവജനത്തിന് ആവശ്യമുള്ള ഒരു കരച്ചിലായത് ന്യായവും നീതിയും നടക്കുന്നില്ല. എന്നിട്ട് പറയുന്നത് അയ്യം വിളിക്കുക എന്ന. ഹബക്കൂക്ക് അയ്യം വിളിക്കുക. എത്രത്തോളം ഈ നീതികേടിനെ നീ സഹിക്കും കർത്താവ്? ന്യായം പ്രവർത്തിക്കുന്നില്ല, ആരും അനീതിയാ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ന്യായം വെളിപ്പെട്ട് വരുന്നില്ല, ന്യായം മറിച്ചു കളയുക. ഈ നാളുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ന്യായം കിട്ടുന്നില്ല, ന്യായം മറിച്ചു കളയുക, ന്യായം വെളിപ്പെട്ട് വരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉറക്കെ കരയുവാൻ ദൈവജനത്തിന് സാധിക്കണം. ഉറക്കെ കരയുവാൻ, കർത്താവേ നീ രക്ഷിക്കണം, നിന്റെ കൃപ ധാരാളം ഞങ്ങൾക്ക് ആവശ്യമാണ്. ആ സാഹചര്യത്തിൽ ഉറക്കെ അയ്യം വിളിച്ച് കരയുന്ന ഹബക്കൂക്ക്, അയ്യോ അയ്യം വിളിക്കാന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഏറ്റവും പ്രയാസകരമായ ഒരവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ ദുഃഖിക്കുന്നവരാകണം. നമുക്ക് ആശ്വാസം ലഭിക്കും. ദേശത്തെയോ നോക്കി കരയണം, ദുഃഖിക്കണം. ന്യായം കിട്ടാത്ത എല്ലാ സ്ഥലങ്ങളിലും ദുഃഖിക്കണം. ന്യായം വെളിപ്പെട്ട് വരാത്തത് കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുന്നില്ലല്ലോ, കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നില്ലല്ലോ എന്ന ബോധ്യതയിൽ ദൈവജനം കരയണം, അയ്യം വിളിക്കണം. ഹബക്കൂക്കിനെ പോലെ ന്യായം വെളിപ്പെട്ട് കിട്ടാത്ത എത്രയോ അവസ്ഥകളാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്നതെല്ലാം. അതല്ലേ, ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചിട്ട് കർത്താവേ കരുണ കാണിക്കണം. കരയുവാനായിട്ട് എൻ്റെ കണ്ണിൽ കണ്ണുനീര്. 119 സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് വേഗം ആ ഭാഗത്ത് ഞാൻ പോകുന്നു. 119 സങ്കീർത്തനം 136 വാക്യം. സങ്കീർത്തനത്തിൽ അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായതുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ, അലങ്കാരമായിട്ട് പറഞ്ഞിരിക്കുന്നു, ജലനദികൾ.
എന്താ വിഷയം? അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നില്ല. അവർ നീതി കെട്ട് നടക്കുക. ലോകത്തോട് നോക്കി പറയുക, ഇസ്രായേൽ ജനത്തോട് നോക്കി പറയുക, അല്ല ലോകത്തോട് നോക്കിയും പറയുക. എന്താ? അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. അലങ്കാരികമായിട്ടാണ് പറയുന്നെങ്കിലും എത്രയോ സത്യമായ ഒരു കാര്യം. ഭക്തന്മാർ കരയുന്നത് എന്തിനാണെന്നറിയാമോ? ജനത്തെ നോക്കിയ ഭക്തന്മാർ കരയുന്നത് ന്യായം കിട്ടാതെ വരുന്നത് കൊണ്ടാണ്. ഭക്തന്മാരുടെ നെഞ്ചിടിപ്പും കരച്ചിലും ദുഃഖവും കണ്ണുനീരും, അതിന് ദൈവം തമ്പുരാൻ അതിനെ അർത്ഥപ്പെടുത്തിയിരിക്കുന്നത് നദി ഒഴുകുന്നത് പോലെ അവന്റെ കണ്ണിൽ. അതാണ് യഥാർത്ഥ ഭക്തി. അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായിക്കൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുക. വഴക്കുണ്ടാക്കാൻ പോകുന്നതല്ല. ഒരു ന്യായപ്രമാണത്തെ അനുസരിക്കാത്തത് കൊണ്ട് അവനെ ദൈവത്തിന്റെ പരമാവധി ദ്രോഹപ്പെടുത്തുക. അതൊന്നും കരയും. ആദ്യമേ കരയണം, കണ്ണുനീർ ഒഴുകുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദുഃഖിക്കാമെങ്കിൽ നമുക്ക് ആശ്വാസം. നാം ദുഃഖിക്കുമ്പോൾ ദുഃഖത്തിന്റെ പരിണിത ഫലമായ ആശ്വാസം കർത്താവിന്റെ പർവ്വത പ്രസംഗത്തിൽ, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഇങ്ങനെ പറയുമ്പം നാം അർത്ഥമാക്കേണ്ടത് എന്താ? ഇതിലെല്ലാം ദുഃഖിക്കേണ്ടുന്ന സ്ഥാനത്ത് നാം ദുഃഖിക്കണം. ദാവീദിനെ പോലെ ദുഃഖിക്കണം. കർത്താവ് കരഞ്ഞതുപോലെ കരയണം. വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് വിതയ്ക്കണം. അവിടെ കരച്ചില്ല. കർത്താവ് കരഞ്ഞതുപോലെ കരയണം. ദാവീദ് പറഞ്ഞതുപോലെ പറയണം. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ എന്ന് പറയണം. അതിന്റെ ഉല്ലാസം കാണണം തനിക്ക്. അപ്പോസ്തലൻ പൗലോസ് വ്യക്തിപരമായി ദുഃഖത്തെക്കുറിച്ച് പറയുന്നത് പോലെ നാം പറയണം. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്ന പോലെ അയ്യം വിളിക്കണം. ഒരു ഭക്തന്റെ, ഒരു വിശ്വാസിയുടെ കടമയാണ്. അവനത് ചെയ്തേ മതിയാണ്. 119 സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ ജലനദികൾ കണ്ണിൽ നിന്ന് ഒഴുകണം. ഈ നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, ന്യായപ്രമാണം അനുസരിക്കാത്ത മറ്റുള്ളവരെ ഓർത്ത് കരയുന്നത് പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവാൻ ആവശ്യമുണ്ട്. അവരെ ഓർത്ത് നാം കരഞ്ഞ് ദൈവകരങ്ങളിൽ അവരെ പരമേൽപ്പിച്ചിട്ടില്ല എങ്കിൽ, കണ്ണുനീരോടെ ആ ശുശ്രൂഷ നാം ചെയ്തില്ല, രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ അവരെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ സമയം നാം വേറിട്ട് ചെലവാക്കുന്നില്ല എങ്കിൽ അവര് നമ്മളെ കരയിപ്പിക്കും. ഒടുവിൽ ഇങ്ങനെ ഈ വിവാഹത്തിന് ശുശ്രൂഷയോ അതിൻ്റെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയത്ത് പറയാറുള്ള ഒരു കാര്യമാണ്, ഈ വിവാഹത്തിന് തയ്യാറായി വന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മാതാപിതാക്കളാണ് ഈ മുന്നിലിരിക്കുന്നത്, അവരുടെ മുന്നിലാണല്ലോ ഇരിക്കുന്നത്. ഈ രണ്ട് കൂട്ടരും സമാധാനത്തോടെയാണ് ഇരിക്കുന്നത്. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും വിവാഹിതരാകാൻ പോകുന്ന മക്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയും ചെയ്യാറുണ്ട് സാധാരണ. നിങ്ങൾ അത്രയും ഒരു ഉപകാരം അപ്പനും അമ്മയ്ക്കും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എത്രയോ കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ വിവാഹവേദികളിൽ അപ്പനും അമ്മയും ഫ്രണ്ടിൽ വന്നിരിക്കുക തകർന്ന ഹൃദയത്തോടെ. കരഞ്ഞില്ല, നേരത്തെ കരയണമായിരുന്നു. ദുഃഖിച്ചാൽ ആശ്വാസം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അവർ ദുഃഖിക്കേണ്ടുന്ന സമയത്ത് ദുഃഖിച്ചാൽ അവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. അവർക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതിന് പക്ഷം കണ്ടില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത് ആലയത്തെക്കുറിച്ചുള്ള ഒരു ദുഃഖം കൂടെ പറയാം. അത് കഴിഞ്ഞിട്ട് 1-2 കാര്യങ്ങളൊപ്പം ഞാൻ കറക്റ്റ് സമയത്തിൽ നിർത്തുന്നതായിരിക്കും. സമയമുണ്ട്, കഴിഞ്ഞു. 5 മിനിറ്റ് കേട്ടോ, മതി. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്. ആലയത്തെക്കുറിച്ചുള്ള എസ്രായുടെ പുസ്തകം വേഗം ഒരു കമ്പി വാചകം പോലെ പറയാം. എസ്രായുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. അവൻ നല്ലവൻ. എസ്രാ 3:11. അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് കാലപ്രതികാലം ചെയ്യും. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ
നമ്മുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തു ഘോഷിച്ചു. അടുത്ത വാക്യം. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞു. അവിടുത്തെ കരച്ചിൽ കണ്ടോ? ഉറക്കെ കരഞ്ഞു. ആരാ കരഞ്ഞത്? പുരോഹിതന്മാര്, ലേവ്യര്, പിതൃഭവന തലവന്മാര്. അവർക്ക് കരയാതിരിക്കാൻ പറ്റില്ല. ഒരു കൂട്ടർ ഭയങ്കര ചിരിയ, ആർത്തഘോഷിക്കുക. അതാണ് ഈ കാര്യത്തെക്കുറിച്ച്. ഈ ദൈവം അസ്ഥിയെ ഒടിച്ചു എന്ന് ബോധ്യമില്ലാത്തവരെ ചിരിക്കും. അവിടെ ഇല്ലേ അവർ ചിരിക്കുകയായിരുന്നു? അല്ല, പിന്നെ ആർത്തഘോഷിക്കുക അല്ലേ? ഭയങ്കര സന്തോഷം. പ്രായമുള്ള പിതൃഭവന തലവന്മാര്, പുരോഹിതന്മാര്, ലേവ്യര് അവര് ഉറക്കെ കരഞ്ഞു എന്നാ നമ്മുടെ ഭാഷ പറഞ്ഞ പൊട്ടിക്കരഞ്ഞിട്ട് ശബ്ദത്തോടുകൂടി കരഞ്ഞു. അതാണ് യഥാർത്ഥ ദുഃഖം. എന്താ കാര്യം? മുമ്പത്തെ ആലയം കണ്ടിട്ടുണ്ട് ഇവർ. ഇപ്പോഴത്തെ ആലയത്തിന് വല്ലതും ഞാൻ വിചാരിക്കുന്നത് വല്ല ആരെങ്കിലുമൊക്കെ ആ ചിരിക്കുന്നവനോട് പറഞ്ഞാണ്, എന്തിനാ ചിരിക്കുന്നത്? എന്തിനാണ് കുഞ്ഞെ ചിരിക്കുന്നത്? നീ വല്ലതും ഈ മുമ്പത്തെ ആലയം കണ്ടോ? ഇല്ല, ഞാൻ കണ്ടതാണ്. എനിക്ക് കരയാതിരിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ നിന്ന് ഉറക്കെ കരയുന്ന രംഗം എന്റെ ഭാവനയിൽ വരിക. നിങ്ങളുടെ ഭാവനയിൽ വന്നോ? ഇനി ഞാൻ വേഗം പറയാം. പ്രവർത്തന പുസ്തകത്തിൽ ഒന്ന് വേഗം നിന്ന് വരാമോ? പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. അപ്പൊ 12 പേരുണ്ട്, അവരോടുകൂടെ 3000-ഓളം പേർ ചേർന്നു ഇല്ലേ? ഒറ്റ ദിവസത്തെ കാര്യങ്ങളാണ്. രണ്ടാമത്തേത് 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നോക്കി. 5000 പേരായി. 6-ന്റെ 1 നോക്കിക്കേ. സ്ഥലത്ത് പിന്നെ ശിഷ്യന്മാർ പെരുകുക. ആദ്യം 12, 3000, പിന്നെ 5000, പിന്നെ ഏറ്റവും പെരുകി. നോക്കണേ, ഇത് ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്ന സുവിശേഷ പ്രവർത്തനത്താലുള്ള ഫലമാണ്. സുവിശേഷ പ്രവർത്തനത്താലുള്ള ഫലമാണ്. ഇന്ന് നാം കരയേണ്ടത് എന്തിനാ? നാം എന്തിനാ കരയേണ്ടത്? 6-ാമത്തെ 19-ാമത്തെ വാക്യം വേറെ നിന്ന് വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ന്റെ 19. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം ദൈവത്തിന്റെ ദാനമായി 6-ന്റെ 9. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അവിടെ ഒരു വലിയ മന്ദിരം പണിയുക. എസ്രായുടെ പുസ്തകത്തിൽ ഒരു വലിയ മന്ദിരം. ചിലരെ കരയുന്നു, ചിലരെ ചിരിക്കുന്നു. എൻ്റെ പേര് ദൈവത്തിന്റെ മന്ദിരമാണ് ഇന്ന് പണിയേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വസിക്കാൻ പറ്റുന്ന മന്ദിരം. അത് വ്യക്തികളാണ്. അവർ സുവിശേഷം പറയണം, അവർ രക്ഷയിലേക്ക് വരണം. ഇന്ന് അത് വളരെ കുറവായതുകൊണ്ട് ഈ പുരോഹിതന്മാർ കരഞ്ഞതുപോലെ നമ്മൾ കരയണം. ഞാനിവിടെ നിങ്ങളുടെ കൂടെ നിന്ന് കരയും. 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിങ്ങൾ. ആ മന്ദിരത്തെ കുറിച്ച് ഉറക്കെ കരഞ്ഞതുപോലെ കർത്താവേ, ഇന്ന് മന്ദിരങ്ങളെ കാണുന്നില്ല. രക്ഷിക്കപ്പെട്ടെങ്കിലല്ല അത് മന്ദിരം കാണത്തുള്ളൂ. അവിടെയല്ല ദൈവത്തെ പരിശുദ്ധാത്മാവിന് വസിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് നാം കരയേണ്ടുന്നത്, ദുഃഖിക്കേണ്ടുന്നത്, ഇനി മന്ദിരങ്ങൾ ഉണ്ടാകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റുന്ന മന്ദിരങ്ങൾ, ആലയങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി ഉറക്കെ കരയണം. ഓ, ഈ പുള്ളി വന്നപ്പം മുതൽ കരയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതല്ല, അതെന്താ വലിയ പറയുന്നത്? എൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഞാൻ പറഞ്ഞു. നിങ്ങളത് അങ്ങനെ ഉൾക്കൊള്ളണം കേട്ടോ. ഒരൊറ്റ മന്ദിരത്തെ കാണാൻ കിട്ടുന്നില്ല. പലയിടങ്ങളിലും പറയുന്നത്, എൻ്റെ സഹോദര പറഞ്ഞും കയറിയും ഒരാളെങ്കിലും രക്ഷിക്കപ്പെടണ്ടായോ എന്ന് അനുഭവിക്കുന്നു. കരയണം, തകർന്നു കരയണം. ഏവര് കരഞ്ഞ പോലെ ഉറക്കെ കരയാൻ കഴിയാത്തിടത്തോളം കാലം ഒരൊറ്റ മന്ദിരത്തെ കിട്ടത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിച്ചവരിൽ വസിച്ചു. ഞാൻ വാക്കിലൂടെ അവസാനിച്ചു. 45 മിനിറ്റ് മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം.
യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ അങ്ങ് നിർത്തും, വേഗം നിർത്തും. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 21:17. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, മതി. പത്രോസ് ദുഃഖിച്ചു എന്നാ പറയുന്നത്. ആ ദുഃഖം വല്ലാത്തൊരു ദുഃഖമായിരുന്നില്ലേ? ഞാനിങ്ങനെ പറയട്ടെ, നീ എന്നെ തള്ളി പറയുന്നത്, കോഴി കൂകുന്നതിന് മുമ്പ് 3 വട്ടം കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളി പറയുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. പത്രോസ് നോക്കി കാണും, ഈ കോഴി ആ സമയത്ത് അങ്ങ് കൂകുകയും ചെയ്തു. അപ്പം അത് അദ്ദേഹത്തിന് വലിയ പ്രയാസമായി. കർത്താവ് വന്ന് പിടിച്ചു. ഇതിനോട് ഞാൻ പറഞ്ഞില്ലേ പത്രോസ്? അപ്പോൾ പത്രോസ്, നീ അല്ലേ എന്നോട് പറഞ്ഞത് മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുന്നത്. പത്രോസിനോട് കർത്താവ് ഈ കാര്യം ബോധ്യപ്പെട്ടപ്പോൾ അവൻ പുറത്തിറങ്ങി എങ്ങനെ കരഞ്ഞു? അതിദുഃഖത്തോടെ, കൈപ്പോടെ എന്ന ഒരു ഭാഗത്ത്, കൈപ്പോടെ അതിദുഃഖത്തോടെ കരഞ്ഞു. വല്ല ഗുണവും ഉണ്ടായോ ഇല്ലയോ? ഒരു ഗുണവും ഉണ്ടായില്ല. പിന്നെയും പോയില്ലേ? കർത്താവിനെ തള്ളി പറയുകയും ചെയ്തു. പിന്നെയും പോയി വലയെടുത്തുകൊണ്ട് തന്നെയല്ല പോകുന്നത്. നിങ്ങൾ വരുന്നോ, ഞാൻ മീൻ പിടിക്കാൻ പോകാമെന്ന്. ആ കരച്ചിൽ കണ്ടോ? അതിദുഃഖത്തോടെ കരഞ്ഞു. പക്ഷെങ്കിൽ വല്ല പ്രയോജനം ഉണ്ടായോ? അങ്ങനെ വലിയ ദുഃഖത്തോടുകൂടി കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് തോന്നും ഇത് ഗുണപ്പെട്ടെന്ന്, ചുമ്മാ. എന്നാൽ 21-ാം അധ്യായത്തിലേക്ക് വന്ന് അവിടെ അതിദുഃഖത്തോടെ കരഞ്ഞെന്ന് പറയുന്നില്ല. 3-ാമത്തെ പ്രാവശ്യവും കർത്താവ് പത്രോസിനോട് ചോദിച്ചപ്പം പറയുക, ഓ കർത്താവേ, പത്രോസ് പറയുന്നത് എന്താണെന്നറിയോ? എന്റെ കർത്താവേ, നീ സകലവും. അതാണ് ദുഃഖം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. കർത്താവ് നമ്മെ സഹായിക്കും.